നോക്കുന്നത്. അതിൻ പ്രകാരം മാത്രമേ വടി തളർക്കൂ. വ്യവസ്ഥയില്ലാത്ത വടികൾ തളർക്കില്ല. എല്ലാവരും പാസ്റ്ററായിക്കാൻ നിൽക്കണം എന്നുള്ള അർത്ഥമല്ല രാജകീയ പുരോഹിത വർഗത്തിൽ പറയുന്നത്. സ്തോത്രം. എല്ലാവരുടെ മേലും ദൈവം പകർന്നിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ദൈവസഭയിൽ അവരുടെ ഗിഫ്റ്റുകളെ ഉപയോഗിച്ച് ദൈവസഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം ആരാ? മുറിവ് കെട്ടുന്നവനാണ്, സൗഖ്യമാക്കുന്നവനാണ്, ഒറ്റപ്പെടുന്നവനെ അണയ്ക്കുന്നവനാണ്, തള്ളപ്പെട്ടവനെ ചേർക്കുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മക്കളായ നമുക്കും ആ ഉത്തരവാദിത്തമില്ലയോ? എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവമടി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ ശ്രേഷ്ഠ പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകമായും അനേക ശ്രേഷ്ഠരായ ദൈവഭക്തന്മാർ ഉള്ള ഈ ദൈവസഭയിൽ എളിയവളായ അടിയങ്ങളെയും കർത്താവ് ഒരു അവസരം നൽകിയതിനെ ഓർത്ത് ഞാൻ വളരെ ദൈവസനിൽ ഭയത്തോടെയും ദൈവമക്കളുടെ മുൻപാകെ വളരെ വിനയത്തോടെയും ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായും നമ്മുടെ ശുശ്രൂഷകരായിട്ടുള്ള ദൈവഭക്തന്മാർ വളരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിട്ടുണ്ട്. ഓരോരുത്തരുടെ ശുശ്രൂഷയും എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായിട്ടുണ്ട്. ഓരോരുത്തരെ കുറിച്ചൊരു വാക്ക് പറയണം ഞാൻ താല്പര്യപ്പെടും. തീർച്ചയായിട്ടും നമ്മുടെ സെൽ പ്രെയർ സ്റ്റാർട്ട് ചെയ്തത് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പം സെൽ പ്രെയറിൽ ആദ്യമായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് തന്നത് പാസ്റ്റർ അബ്ദുൾ സമദ്. ഞങ്ങൾ അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ആ മെസ്സേജ് ആക്ച്വലി അതൊരു പ്രോഫസി ആയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങൾ റിസീവ് ചെയ്തു. ദൈവം ഞങ്ങളോട് വ്യക്തമായി യബേസിൻ്റെ കാര്യത്തെക്കുറിച്ച് ആ വചനമെടുത്താണ് അദ്ദേഹം സംസാരിച്ചത്. അത് വളരെ അനുഗ്രഹമായിട്ടൊരു പ്രോമിസായിട്ട് ഞങ്ങൾ അതിനെ ഹോൾഡ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനിച്ചു. സ്തോത്രം ചെയ്തു. വളരെ അനുഗ്രഹമായിരുന്നു. ഓരോ ദൈവഭക്തന്മാരും നമ്മുടെ എൽഡർ ബ്രദർ മാത്യു ഫിലിപ്പ് ഇവിടെ ഒരു സീരീസ് ഓഫ് ക്ലാസ് ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. യഥാർത്ഥമായും ഒരു ശിഷ്യനാകാനുള്ള ഒരു ക്വാളിറ്റിയെക്കുറിച്ച് നമ്മൾ ആ വചനം പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച് നോക്കുമ്പോൾ കർത്താവെ ആ ഡിസൈപ്പിൾഷിപ്പിൻ്റെ ക്വാളിറ്റിയുടെ ഏത് സൈഡിൽ ഞാൻ എത്തിയെന്ന് ചോദിച്ചു. ഡിനൈയിങ് യുവർ സെൽഫ്, ഡിനൈ ചെയ്യാൻ പറയുമ്പോൾ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കണമെന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മളെ ത്യജിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും മക്കളെയും എല്ലാം വിട്ടിട്ട് സ്വന്തം ജീവനെ കൂടെ ത്യജിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യനെന്ന് പറയുമ്പോൾ അതിൻ്റെ ആഴങ്ങൾ വളരെ അർത്ഥവത്തായി. സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുനീരിൻ്റെ പ്രവാചകനെന്ന് ഇരമ്യാവിനെ വിളിക്കുന്ന പോലെ എപ്പോഴും വിശുദ്ധിയെക്കുറിച്ച് പ്രഘോഷിക്കുന്ന നമ്മുടെ കേവോ അങ്കിള്, അദ്ദേഹത്തിൻ്റെ മെസ്സേജിൽ എപ്പോഴും വിശുദ്ധിയോടുകൂടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, ദൈവസ്ഥനിൽ ചേർക്കപ്പെടുവാൻ. എബ്രഹാം അങ്കിള് ദൈവരാജ്യം, സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കേണ്ടതിൻ്റെ ആവശ്യകത ജീവിതത്തിൽ. ദൈവസഭയെ എപ്പോഴും പ്രബോധിപ്പിച്ചുകൊണ്ട് ദൈവജനത്തെ ഒരുക്കുവാനുള്ള ശുശ്രൂഷ, വിവിധ ശുശ്രൂഷകളാണ് ദൈവഭക്തന്മാർക്ക് ദൈവം കൊടുത്തേക്കുന്നത്. തീർച്ചയായിട്ടും. പിന്നെ പാലിൽ വെള്ളം ചേർക്കാതെ പറയുന്ന പോലെ വളരെ മായമില്ലാതെ ഉള്ളതുപോലെ വചനം നല്ല സംസാരിക്കുന്ന അറിവുള്ള ചാക്കോങ്കള്, അദ്ദേഹത്തിൻ്റെ മെസ്സേജും വളരെയധികം എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്രകാരമുള്ള ശ്രേഷ്ഠരായ ദൈവഭക്തന്മാരുടെ മുന്നിൽ എളിവളായി നിൽക്കുമ്പോൾ ഞാൻ വളരെ നിറഞ്ഞ ഹൃദയവുമായി ദൈവസ്ഥനിൽ നന്ദിയോടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി ഇനിയും തങ്ങളുടെ ഭക്തന്മാരെ ഉപയോഗിക്കട്ടെ. കർത്താവ് വിളിക്കും. നൽകിയിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ദൈവഭക്തന്മാരെ ദൈവം ധാരാളമായി ഉപയോഗിക്കട്ടെ. ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. സ്തോത്രം ചെയ്യുന്നു. ദൈവവചനപ്രകാരം ദൈവവചനം വായിക്കുമ്പോൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒന്നാണ് പലപ്പോഴും മാനുഷികമായ യുക്തിക്ക് മനസ്സിലാകാത്തത്, മനുഷ്യൻ്റെ ലോജിക്കിന് ഒത്തവണ ഇണങ്ങി വരാത്ത പല കാര്യങ്ങളും ആ ദൈവം വചനത്തിലൂടെ ചെയ്തു കാണിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്മാർ ഇന്നും ചിന്തിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്ന്, സയൻസ് ഇന്നും ചിന്തിക്കുന്നത് ഇതെങ്ങനെ സാധ്യമായി എന്ന്. അപ്രകാരമുള്ള അനേകം സംഭവങ്ങൾ വേദപുസ്തകത്തിലൂടെ വായിക്കാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആണ്ടുകൾക്ക് മുമ്പ് തന്നെ, പഴയ കാലം തൊട്ട് തന്നെ ഇതിനെ തകർക്കുവാനും നശിപ്പിക്കുവാനും മുടിച്ചു കളയുവാനും നിർത്തി കളയുവാനും എന്തെല്ലാം മാക്സിമം ചെയ്യാൻ പറ്റുമോ എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കി. പക്ഷേ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കഴിഞ്ഞ ബൈബിൾ സ്റ്റഡിക്കൊക്കെ നിരന്തരമായി പറഞ്ഞിരുന്നൊരു ഭാഗമായിരുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ളത്, പിന്നെയോ പ്രാണനെ ആത്മാവിനെ സന്ധിമച്ചകളെ വേർപിടിപ്പിക്കും വരെ ഇറ്റ് പെനിട്രേറ്റ്സ്, തുളച്ചകത്ത് കയറി ചെന്നിട്ട് ഹല്ലേലൂയ ഓരോ വ്യക്തിയുടെ ചിന്തകളെയും അവൻ്റെ ഇൻറ്റൻഷനെ എല്ലാം ജഡ്ജ് ചെയ്യുന്നവരെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം കടന്നു ചെല്ലുമ്പോൾ ഹല്ലേലൂയ എന്തൊക്കെ സംഭവിക്കുന്നു? മരിച്ചത് എണീക്കുന്നു.
ഹാലേലൂയ. ചത്തു കിടക്കുന്നെന്ന് പറയുന്നത് ജീവനില്ലെന്ന് പറയുന്നത് ചൈതന്യമുണ്ടാകുന്നു. ഹാലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഉണങ്ങിയിരിക്കുന്നതിന് ജീവൻ വരുന്നു. അസ്ഥികൾക്ക് എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നു. ഹാലേലൂയ. ഇന്നും ഈ ജീവനുള്ള വചനം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. അത് വിശ്വസിക്കുന്നവന് ദൈവശക്തിയായിട്ട് അത് വ്യാപരിക്കുന്നു. ഇന്നും പലതിനെയും എഴുന്നേൽപ്പിക്കുവാൻ, ഹാലേലൂയ, ജീവൻ കൊടുക്കുവാൻ ഈ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹാലേലൂയ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ആരോണ്ടോ പറയുണ്ടായി, രാജി സിസ്റ്റർ പിന്നെ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചതുകൊണ്ട് പ്രസംഗിക്കാനൊക്കെ അറിയാമെന്ന്. എനിക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലൊരു ഭാരം തോന്നി എനിക്ക്. കാര്യം പഠിച്ചിട്ട് അതിൻ്റെ ആ ഒരു പഠിത്തത്തിൻ്റെ അറിവിൽ നിന്ന് പ്രസംഗിക്കാൻ കഴിവുണ്ടല്ലോ എന്നൊരു ഇൻ്റർപ്രിട്ടേഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ അതെന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുൻപേ തന്നെ സ്തോത്രം, എൻ്റെ കർത്താവിൻ്റെ വചനമെടുത്ത് എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഘോഷിക്കുവാൻ എൻ്റെ ദൈവം എന്നെ ഒരുക്കിയിട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ അറിഞ്ഞ് അനുഭവിച്ച, എന്നെ തേടി വന്ന, എന്നെ സ്നേഹിച്ച എൻ്റെ യേശുവിനെ കുറിച്ച് പറയുവാൻ, ഹാലേലൂയ, എനിക്കൊരു ബൈബിൾ കോളേജിൻ്റെയും പഠനം ആവശ്യമായിട്ട് വന്നില്ല. സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. ഈ വചനം എൻ്റെ ചെറിയ പ്രായത്തിലാണ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. ഞാനൊരു പ്രാവശ്യം ഒരു അനുഭവം ഓർക്കുന്നു. ഞങ്ങളുടെ ഒരു ചർച്ചിൽ മീറ്റിങ്ങിന് ഇരുന്നപ്പോഴേക്കും ഞങ്ങൾ എൻ്റെ ചെറിയ പ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് മീറ്റിങ്ങിന് ഇരുന്നപ്പോഴേക്കും ഒരു ദൈവദാസൻ അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷിയൊക്കെ പറയാനിടയെ തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളെയൊക്കെ ദൈവം ശക്തമായ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ദൈവത്തിൽ വളരെ വിശ്വസ്തയോടെ നിന്ന് ദൈവത്തിനോട് അനേകം പ്രയോജനപ്പെട്ടു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വേദപുസ്തകമായി ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനിരുന്ന് എന്നെ നോക്കി, എൻ്റെ കർത്താവേ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഉപയോഗിക്കപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, അദ്ദേഹം അതുകൊണ്ടാണ് ഇന്നും ബലത്തോടെ നിൽക്കുന്നു ഈ വചന ശുശ്രൂഷ. അപ്പം ഞാൻ എൻ്റെ കാര്യം എന്തുവാ? എൻ്റെ കൊച്ചു മനസ്സിൽ ഞാൻ പറയും, ഇപ്പം എൻ്റെ കാര്യം എന്തോ, എൻ്റെ അപ്പനമ്മയുടെ കാര്യം പിന്നെ പറയണ്ട. അപ്പോൾ പിന്നെ എനിക്ക് വല്ല ഹോപ്പുണ്ടോ? എനിക്ക് ആഗ്രഹമാണ്, നിന്നെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അന്ന് വീട്ടിൽ വന്ന് രാത്രി എൻ്റെ വേദപുസ്തകം എടുത്ത് ഞാൻ വായിക്കാനായിട്ട് തുറന്നപ്പോഴേക്കും യെശയ്യാവിൻ്റെ പുസ്തകം 52-ാം അധ്യായത്തിൽ ഞാൻ അന്ന് രാത്രി അതാണ് ഞാൻ വായിക്കാനെടുത്തത്. അപ്പം അതിലൊരു വാക്യം എന്നോട് സംസാരിച്ചു. ഞാൻ അബ്രാമിനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ വാക്യം ഞാൻ വായിച്ചു. അപ്പം ഞാൻ വീണ്ടും വായിച്ചു, എന്താ? ഞാൻ അബ്രാമിനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അബ്രാം ആരാ, അബ്രാമിൻ്റെ അപ്പൻ ആരാ, അമ്മ ആരാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഏകനായി വിളിച്ചു, അനുഗ്രഹിച്ചു, വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണല്ലോ ഇത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇന്നും സംസാരിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഏകനായി വിളിച്ചിട്ട് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച കർത്താവ്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ അന്ന് ആ സ്റ്റേജിൽ നിന്ന് ദൈവദാസനെ ഞാൻ ഓർക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ മഹിമ കൊണ്ടിട്ടൊന്നുമല്ല, ഏകനായി നമ്മെ ഓരോരുത്തരെയും വിളിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്വർഗീയ വിളിയാലെ, ഹല്ലേലൂയ, നമ്മളെയും യോഗ്യരായി എണ്ണി തീർത്തിയ ആ സ്നേഹമാണ് ഇന്ന് പകൽക്കാലം നമ്മെ ഓരോരുത്തരെയും ഇവിടെ ആയിരിക്കുവാൻ തക്ക ഇടയാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ ഈ വേദപുസ്തകത്തിലെ പ്രവചനങ്ങളാണ്, ഈ വാക്യങ്ങളാണ് ഇന്നിവിടെ നിൽക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വന്നില്ല. ഹല്ലേലൂയ. ഒരു ദിവസം എൻ്റെ ഒരു വാക്യം എന്നെ സ്വാധീനിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ കുട്ടിക്കാലം വളരെ ഒരു ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഒരു ബാല്യകാലമായിരുന്നു കുട്ടിക്കാലമൊക്കെ. അപ്പോൾ പല മനുഷ്യരുടെ മുന്നിൽ യോഗ്യതയോ ഐഡൻറ്റിറ്റിയോ ഒന്നുമില്ലാതെ വളർന്നു വരുന്നൊരു സാഹചര്യം. അപ്പോൾ തന്നെ വളരെ മാനസികമായി മുറിവേറ്റപ്പെട്ട അനേക സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരു ദിവസം ഞാനിരുന്ന് എൻ്റെ പ്രാർത്ഥന, ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് ഞാൻ പറഞ്ഞു, യേശുവേ, നീ അറിയുന്നല്ലോ, മനുഷ്യൻ എന്നെ ഒന്നും ഒരു യോഗ്യതയും കണക്കാക്കുന്നവരല്ല, അവരുടെ മുൻപിലും ഒന്നുമല്ല, അവരെന്നെ തള്ളിക്കളഞ്ഞിരിക്കുക, ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുക, നീ കാണുന്നില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായം. ഹല്ലേലൂയ. യു ആർ പ്രഷ്യസ് ആൻഡ് ഓണേർഡ് ഇൻ മൈ സൈറ്റ് ആൻഡ് ബിക്കോസ് ഐ ലവ് യു. ഈ ഒരു വാക്യമാണ് എൻ്റെ ജീവിതത്തെ മുഴുവനായി മാറി മറിച്ചത്. ആദ്യമായ ഒരു വ്യക്തി എന്നോട് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ കർത്താവ് മാത്രമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. നിന്നെ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ എണ്ണിയിരിക്കുന്നു. പ്രിയ ദൈവപൈതലേ, ദൈവം നമ്മളെ വിലയേറിയവനും മാന്യനുമായി എണ്ണിയെങ്കിൽ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ മാന്യതയും നമുക്ക് ആവശ്യമില്ലെന്ന് ഓർത്തോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു പാട്ടുകാരൻ പാടി, കഴിവല്ല നിൻ കൃപയാണേ
മല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെൻ യേശുവേ. ഇത് മാത്രമേ പറയാനുള്ളൂ. ഹല്ലേലൂയ. നിന്നതല്ല, അവൻ കൊണ്ടുവന്ന് നിർത്തിയത് മാത്രം. കൃപയൊന്നു മാത്രം, ബലമല്ല, ദയയാൽ, അവൻ്റെ ദയയാൽ താങ്ങിയത് കൊണ്ട് ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിലിരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഇടവന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഭർത്താവിനെ കുറിച്ചൊരു വാക്ക് പറയണം. എന്നെ വളരെ എൻകറേജ് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ട് ചേർത്ത എൻ്റെ ദൈവത്തിന് ഞാൻ വളരെ നന്ദിയുള്ളവളായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസനെയാണ് ദൈവം എനിക്ക് തുണയായി നൽകിയത്. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഏറ്റവും ഒന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ. സ്തോത്രം. അദ്ദേഹത്തിനെ ഞങ്ങളുടെ കുടുംബജീവിതം കർത്താവ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വായിക്കാൻ തിരഞ്ഞെടുത്ത വേദഭാഗം സംഖ്യാപുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴെയുള്ള ഭാഗങ്ങളാണ് ഞാൻ വായിക്കാൻ തിരഞ്ഞെടുത്തത്. അതിലവിടെ പറയുന്നത്, യഹോവ പിന്നെ മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്നും ഗോത്രമായി സകല പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വീടിന്മേൽ അവൻ്റെ പേരെഴുതുക. ലേവിയുടെ വീടിന്മേലോ അഹരോൻ്റെ പേരെഴുതണം. ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിന് മുമ്പാകെ അവ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പോർഷനാണ്. താഴെയുള്ള ചില ഭാഗങ്ങൾ പിന്നീട് വായിക്കാം. അപ്പം ഇവിടെ ഈ പാസേജിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് പിറുപിറുക്കുകയും മത്സരിക്കുകയും ചെയ്യുന്ന ഒരു കോണ്ടെക്സ്റ്റാണ് ഇതിൽ കാണപ്പെടുന്നത്. അതായത് നമുക്കറിയാം, നേരത്തെ പാസ്റ്റർ സങ്കീർത്തനം പ്രബോധിച്ചപ്പോൾ പറഞ്ഞു കോരഹ്, പിന്നെ അതിൻ്റെ കൂടെ ചേർന്നിട്ടുള്ള അബീരാം, ഓൻ എന്ന് പറയുന്ന ഒരു സഭാ പ്രധാനിമാരും പ്രമാണിമാരും 250 എല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയ നിയമകാലത്ത് നമുക്കറിയാം, ലേവി ഗോത്രത്തിൽ നിന്നാണ് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വേർതിരിച്ചത്. എന്നാൽ ഈ കോരഹും ലേവി ഗോത്രത്തിലുള്ള ഒരാളാണ്. എന്നാൽ പുരോഹിതനായിട്ട് അഹ്റോനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അപ്പം കോരഹിൻ്റെ ഡ്യൂട്ടി കൊടുത്തിരുന്നു. എന്ത് കൊടുത്തിരുന്നു? അദ്ദേഹത്തിന് സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും മോസ്റ്റ് ഹോളി തിങ്സ്, അതിൽ ഏറ്റവും വിശുദ്ധമായ സാധനങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോവുക, അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി കൊടുത്തിരുന്നു. എങ്കിലും പുരോഹിതനായ അഹ്റോനോട്, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിനോട് താല്പര്യമില്ലായ്മ, മത്സരം. ഇവരെ മാത്രമാണോ ദൈവം തിരഞ്ഞെടുത്തത്? നമ്മളെന്താ തിരഞ്ഞെടുത്തിട്ടില്ലയോ? അങ്ങനെ ഒരു മത്സരത്തിൻ്റെ അനുഭവമാണ്. 16-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അതിനകത്താണ് പറയുന്നത്. എന്നിട്ട് അവിടെ ഞാൻ ആലോട്ട് പോകുന്നത്, അദ്ദേഹം രാവിലെ പറഞ്ഞു, ഭൂമി പിളർന്ന് ദാതാനെ വിഴുങ്ങുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? കോരഹ് 14,700 പേര് ബാധയാൽ മരിക്കുന്നു. പിന്നെ തീയിറങ്ങി ദഹിപ്പിക്കുന്നു. ഈ സംഭവങ്ങളെല്ലാം എവിടെ നടക്കുന്നു? 16-ാം അധ്യായത്തിൽ നടക്കുന്നുണ്ട്. അപ്പം ദൈവം നിയമിച്ച തൻ്റെ ഭക്തനോട് എതിർത്തപ്പോൾ ദൈവം പലതും കാണിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും കൊണ്ടിട്ട് വിജനം എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നൊന്നുമില്ല. എന്നിട്ട് വീണ്ടും അവരോട് പറയാണ്, ഞങ്ങളെ വീണ്ടും നീ കൊല്ലാനാണോ വന്നേക്കുന്നതാണ് തിരിച്ചു ചോദിക്കുന്നത്. എന്നാൽ അവിടെ സംഭവിക്കുന്നത്, ദൈവം തിരഞ്ഞെടുത്തതായ ഒരു വ്യവസ്ഥ, ദൈവം അപ്പോയിന്റ് ചെയ്തതായ ഒരു ലീഡർഷിപ്പ്, അതിനെതിരായിട്ട് പ്രവർത്തിച്ചവരോട് ദൈവം എന്ത് ചെയ്യുന്നു? ഞാൻ തിരഞ്ഞെടുത്തവനെ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റാണ് അതിൻ്റെ പേരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അന്ന് കാലത്ത് ബാധയൊക്കെ അയച്ചു, തീയൊക്കെ കത്തിച്ചു, ഭൂമിയൊക്കെ വിഴുങ്ങി. അന്നെങ്കിലും ആ ജനം പഠിച്ചിരുന്നെങ്കിൽ ആ വിഷയം അവിടെ വെച്ചങ്ങ് തീർന്നേനെ. ഹല്ലേലൂയ. അപ്പം ഇപ്പം ഇന്നും അതിനൊരു മാറ്റവും കുറവൊന്നും വന്നിട്ടില്ല. അപ്പം ഇന്നും എല്ലാ മെജോറിറ്റി ഒരു ചർച്ച എടുത്താലും, നമ്മുടെ ചർച്ചിൽ അങ്ങനെയല്ല, മെജോറിറ്റി ചർച്ച എടുത്താലും ഈ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നു. ലീഡർഷിപ്പിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു ലീഡർഷിപ്പ് എടുത്താലും, ഞാൻ പറയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു ലീഡർഷിപ്പ് എടുത്താലും, ഞാൻ എൻ്റെ വാക്യത്തിലോട്ട് പിന്നെ വരാം, ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞോട്ടെ. ഏതൊരു ലീഡർഷിപ്പ് എടുത്താലും ദൈവത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റാണ് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈവൻ നമ്മുടെ ഗവൺമെൻറ് പരമായി റോമൻസിൽ അങ്ങനെയല്ലേ പറയുന്നത്? റോമൻസ് ചാപ്റ്റർ 30 എന്താ പറയുന്നത്? അതും നമുക്ക് ദൈവത്താലുള്ളതാണെന്ന് അവിടെ കാണാൻ സാധിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ,
ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. അപ്പം ദൈവത്താൽ നിയമിക്കപ്പെടുന്ന അധികാരത്തോട് എതിർക്കുന്നവര് ദൈവത്തോട് മത്സരിക്കുന്നുവെന്നാണ് ആ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സ്തോത്രം, രാജാക്കന്മാരെ അല്ലേ, ദാനിയേലിന്റെ പുസ്തകത്തിലുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ എത്രാം വാക്യത്തില 21-ാം വാക്യത്തിലുണ്ട്. രാജാക്കന്മാരെ അപ്പോയിന്റ് ചെയ്യുന്നതും രാജാക്കന്മാരെ റിമൂവ് ചെയ്യുന്നതും ആരാ? ദൈവമാണെന്ന് അവിടെ കാണിക്കുന്നു. സ്തോത്രം. രാജാക്കന്മാരെ അപ്പോയിന്റ് ചെയ്യുന്ന ദൈവമാണ്, രാജാക്കന്മാരെ റിമൂവ് ചെയ്യുന്ന ദൈവമാണ്. പിന്നെ പറയുന്നു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിലെ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, അവൻ തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അത് തിരിച്ചുവിടുന്നു. ഹല്ലേലൂയ എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ബൊമ്മയാണ് രാജാവ് ഉൾപ്പെടെയുള്ളത്. ദൈവം നിശ്ചയിക്കണം എന്നോട്ട് പോകണം, ദൈവം നിശ്ചയിക്കണം എന്തു ചെയ്യണം. അപ്പം ദൈവത്തിൻ്റെ പൂർണ്ണ അധികാരത്തിലാണ് ഇവൻ രാജാവിനെ വരെ ദൈവം എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവസഭയിൽ വരുമ്പോൾ മാത്രം ഒരല്പം ഒരു വ്യത്യാസം പോലെ നമുക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ സഭയിൽ വരുമ്പോഴേക്കും അപ്പോയിന്റ് ചെയ്യുന്നത് മറ്റേ പുള്ളിയാണ്, പറഞ്ഞു വിടുന്നത് ഈ പുള്ളിയാണ്, മറ്റേ കമ്മിറ്റിയാണ് ഇവരെ എടുക്കുന്നത്, ഈ കമ്മിറ്റിയാണ് അവരെ പറഞ്ഞു വിടുന്നത്. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ദൈവസഭയ്ക്കകത്തായിട്ടാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രൈസ്റ്റ് ഹിംസെൽഫ് അപ്പോയിന്റ് ചെയ്തെന്നാണ് പറയുന്നത്. ആരെ? പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ എൽഡേഴ്സ്. പാസ്റ്റേഴ്സ് ആൻഡ് എൽഡേഴ്സ് ആർ ഈക്വൽ. പാസ്റ്റേഴ്സ്, പിന്നെ പ്രോഫറ്റ്സ് പ്രവാചകന്മാരെ, ടീച്ചേഴ്സിനെ, പിന്നെ ആരെയാ? അപ്പോസ്തലന്മാരെ. അപ്പം കർത്താവ് തന്നെ നിയമിച്ചാക്കിയിരിക്കുന്നു എന്നാണ് ആംപ്ലിഫൈഡ് വെർഷനിൽ അങ്ങനെ പറഞ്ഞത്. ക്രൈസ്റ്റ് ഹിംസെൽഫ് അപ്പോയിന്റ് എന്ന് പറഞ്ഞത് മലയാളത്തിൽ നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെ? കർത്താവ് ആമേൻ സഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു. ആരെ കൊടുത്തിരിക്കുന്നു? നിയമിച്ചിരിക്കുന്നു. ശുശ്രൂഷകന്മാരെ, ഹല്ലേലൂയ, പാസ്റ്റേഴ്സിനെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ, പിന്നെ ടീച്ചേഴ്സിനെ, പിന്നെ പ്രവാചകന്മാരെ എല്ലാം നിയമിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ഇത്രയും ആൾക്കാരല്ലേ 5-fold മിനിസ്ട്രി എന്ന് പറയും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയെന്ന് പറയാമോ? ടീച്ചർ ഇപ്പം വേണ്ട, വചനമൊക്കെ നമുക്കറിയാം, വായിക്കാൻ അറിയാം. ഇവാഞ്ചലിസ്റ്റ് അവിടെ പോയി പ്രസംഗിച്ചാൽ മതി, അപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, ജാതികളൊക്കെ രക്ഷിക്കപ്പെടട്ടെ. പിന്നെ പാസ്റ്റർ നടത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരാൾ വേണം, ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഉള്ള കാര്യം പറഞ്ഞല്ലോ, സാറാൻറ്റി പറഞ്ഞല്ലോ, പ്രവാചകന്മാരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷയ്ക്കൊത്തവണ്ണം ഞാൻ പറയട്ടെ, എല്ലാവരും കൂടെ പ്രവചിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും വചനത്തിലൊരു അറിവില്ലെന്ന് വിചാരിക്കുക, ടീച്ചിങ്ങിന് ആളില്ലെന്ന് വിചാരിക്കുക. എങ്ങനെ ഇരിക്കും ആ സഭ? ഹല്ലേലൂയ. എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും വെളിയിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഓരോരുത്തർക്കും ദൈവം ഏൽപ്പിച്ചതായ ആ ഒരു ശുശ്രൂഷ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ, ടീച്ചിങ്ങിന് ഒരാൾ ചെയ്യുന്നു, ദൈവവചനം ശുശ്രൂഷിക്കുന്നു, പുറത്തുപോയി ദൈവവചനം സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നു, എല്ലാവരും കൂടെ ചേർന്നൊരു ദൈവസഭ പണിയപ്പെടുവാണെങ്കിലോ എന്തൊരു മനോഹരമായിരിക്കും എന്നറിയാമോ? അപ്പം ദൈവത്തിൻ്റെ ജ്ഞാനത്തെ നമുക്കറിയത്തില്ല. സോ ദൈവം അപ്പോയിന്റ് ചെയ്തതാണ് ദൈവസഭയിലെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ലീഡേഴ്സിനെ, ദൈവജനത്തെ പരിപാലിക്കുവാൻ, അവരെ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുവാൻ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുവാൻ. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ചിലർക്ക് നല്ല കപ്പാസിറ്റി ആയിരിക്കും, ചിലർക്ക് പ്രാർത്ഥിപ്പാൻ നല്ല കഴിവായിരിക്കും, ചിലർക്ക് പഠിപ്പിക്കാൻ നല്ല കഴിവായിരിക്കും. അപ്പം ദൈവമാണ് എല്ലാവരെയും കൂടെ ചേർത്ത് ദൈവസഭയ്ക്കകത്തേക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദൈവവചനം പറയുന്നു, ആ അപ്പോയിന്റ് ചെയ്തതിനെ ആരെങ്കിലും എതിർത്താൽ അവൻ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു, ദൈവത്തോട് മത്സരിക്കുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. ഹല്ലേലൂയ. എന്നാൽ അപ്പോൾ ഒന്ന് ചിന്തിക്കണം. അപ്പോൾ ഈ പുതിയ നിയമകാലത്ത് ഫസ്റ്റ് പീറ്റർ 1 പത്രോസ് 2:9 പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തെ വിളിച്ചവൻ്റെ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തോ, അങ്ങോട്ട് പറഞ്ഞിട്ട് രാജകീയ പുരോഹിത വർഗം. അപ്പം സിസ്റ്റർ, എല്ലാവരും നമ്മൾ ശുശ്രൂഷകരല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയാണ് വചനം പറയുന്നത്. എല്ലാവരും, അതായത് പഴയ നിയമകാലത്ത് പുരോഹിതൻകുള്ളിലൂടെ മാത്രമേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ആക്സസ് ഉണ്ടായിരുന്നുള്ളൂ. ആ വചനത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പാസ്റ്ററായിക്കാതെ നിൽക്കണം എന്നുള്ള അർത്ഥമല്ല രാജകീയ പുരോഹിത വർഗത്തിൽ പറയുന്നത്. സ്തോത്രം. എല്ലാവരുടെ മേലും ദൈവം പകർന്നിരിക്കുന്ന കൃപയ്ക്ക് ഒത്തവണ്ണം ദൈവസഭയിൽ അവരുടെ ഗിഫ്റ്റുകളെ ഉപയോഗിച്ച് ദൈവസഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ രാജകീയ പുരോഹിത വർഗത്തിൽ സ്തോത്രം ചെയ്യുന്നു, അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പുരോഹിതനിലൂടെ കടന്നു പോകണമെന്നായിരുന്നു പണ്ടുകാലത്തുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാജകീയ പുരോഹിത വർഗം തിരഞ്ഞെടുത്ത നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിക്ക് നേരിട്ട് ചെന്ന്, ഹല്ലേലൂയ, പുരോഹിതനെ കൂടാതെ രാജകീയ പുരോഹിത വർഗമായി തിരഞ്ഞെടുത്തു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമുക്കൊരാവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് പ്രവാചകനെ അതൊന്ന് പ്രാർത്ഥിക്കണമേ, തെറ്റില്ല.
ഒന്ന് പ്രാർത്ഥിച്ചോളണേ, തെറ്റില്ല. പക്ഷെങ്കിൽ ഓടിച്ചെന്ന് സ്തോത്രം അവൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് അവൻ്റെ മുൻപാകെ വീഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഇനി സഭ പ്രാർത്ഥിക്കും, തീർച്ചയാണ് സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന. പ്രേയർ റിക്വസ്റ്റ് പറയണമെന്ന് രാജ സിസ്റ്റർ പറഞ്ഞു, ഇനി ആരെ വിളിച്ച് പറയല്ലെന്ന്, അങ്ങനെയൊന്നും പറഞ്ഞോളേ. സഭയിൽ പ്രാർത്ഥിക്കുന്നു, സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് കൂട്ടു സഹോദരങ്ങൾ പറയാം, തീർച്ചയാണ്. എന്നാൽ ഓടിച്ചെന്ന് സ്തോത്രം പരാജകീയ പുരോഹിത വർഗത്തിലെ ഒരു അംഗമായി എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഓടിച്ചെന്ന് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ആവശ്യങ്ങളെ അറിയിക്കാമെന്ന് അതിലർത്ഥമുണ്ട്. പിന്നെയോ ഗുണഗണങ്ങളെ ഘോഷിപ്പാൻ നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്നവരായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ മാറിയില്ലെങ്കിലോ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് ദൂഷണമായി മാറുന്നു. ജാതികൾ അതിനെ ദൂഷിക്കാനിടയാക്കി തീരുന്നു. അപ്പം അവൻ്റെ ഗുണഗണങ്ങളെ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ജീവിതത്തിൽ ഹല്ലേലൂയ ക്വാളിറ്റിയോടെ ജീവിക്കണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ സ്തോത്രം ഇന്നത്തെ ഒരു ക്രിസ്ത്യൻ ഒരു സമൂഹം മൊത്തത്തിൽ എടുക്കുമ്പോഴേക്കും അവിടെ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെക്റ്റേഷനുണ്ട്. ചില ലീഡേഴ്സ് ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ അപ്പുറത്തെ ചർച്ചിലെ ആളിനെ നോക്കിയിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ ദൈവത്തിൻ്റെ ശുശ്രൂഷയിലുള്ള ആ ഒരു ടീമിനെ ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. അവിടെയുള്ള ആൾ അങ്ങനെയായിരുന്നു, ഇയാൾ അങ്ങനെയല്ല. ഇന്ന പുള്ളി ഇങ്ങനെയാണ്, ഈ പുള്ളി അങ്ങനെയല്ല. എന്നാൽ അത് എപ്പോഴും ഒരു ഡിസാറ്റിസ്ഫാക്ഷനാണ് ഹൃദയത്തിനകത്ത്. നമുക്കൊരു തൃപ്തിയില്ലായ്മ വരുമ്പോഴേക്കും അവിടെ ഒരു കലക്കത്തിന് വരാൻ സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പണ്ട് കാലങ്ങളിൽ ഫുൾ ഫയർ ആയിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ആദിമ നൂറ്റാണ്ടിലെ ശക്തി അവിടെ വെച്ച് നിന്ന് പോയിട്ടൊന്നുമില്ല, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവശക്തിയുണ്ട്. അപ്പോൾ ഈ ഫുൾ ഫയറിലാണ് ഇരിക്കുന്നത്. അത് കുറച്ചുറക്കെ നമ്മളിന്ന് പ്രസംഗിച്ചു അല്ലെങ്കിൽ കുറേ അന്യഭാഷയ്ക്ക് നമ്മൾ പറഞ്ഞ് ശക്തമായി വരുമ്പോഴേക്കും ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രസംഗം. തെറ്റല്ല, അത് സത്യം, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ മാനദണ്ഡങ്ങൾ ഇതൊന്നുമല്ല. സ്തോത്രം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ അന്യഭാഷ പറഞ്ഞു കേട്ടല്ലോ അല്ലേ, എല്ലാവരും കൂടെ അങ്ങനെ കേൾക്കുന്ന കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയും. ഇന്ന് ഈ കാലത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലിനെ അറിയാൻ പറ്റാത്ത കാലമാണ്. അതായത് ഡ്യൂപ്ലിക്കേറ്റും ഒരു ചർച്ച എടുക്കണമെങ്കിൽ ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയുന്നത്, ഒരു ചർച്ചിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. ദൈവത്തിൽ നിന്ന് നേരിട്ട് പോയി സത്യസന്ധതയോടെ അവൻ്റെ സന്നിധിയിലിരുന്ന് പ്രാപിക്കുവാൻ ദൈവജനം തയ്യാറാകണം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ മാനദണ്ഡം എങ്ങനെയാണോ ആയിത്തീരേണ്ടത്. സ്തോത്രം ചെയ്യുന്നു. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും ക്വാളിറ്റി വേണം, ക്വാളിഫിക്കേഷൻ വേണം, എല്ലാം വേണം. എന്നാൽ ചില സമയം ദൈവം ഇതിന് തിരിവായിട്ട് പ്രവർത്തിച്ചു കളയും. ഹല്ലേലൂയ. ഈ പറയുന്ന യാതൊരു സാധനം ഇല്ലാതെയും ചിലപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നതായിട്ട് തിരുവചനം നമുക്ക് കാണുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എല്ലാ നിയമനങ്ങളും ദൈവമാണോ ചെയ്യുന്നത്? ഈ പീറ്ററും ജോണോ അല്ലേ രണ്ടുപേരല്ലയോ പ്രസംഗിക്കാൻ നേരത്ത് എല്ലാവരും കൂടെ ഇവരെ പിടിച്ചു കെട്ടി പുറത്താക്കിയിട്ട് മേലിന് സംസാരിച്ച് ഓലിക്കെന്ന് പറഞ്ഞു. അപ്പം ഗമാലിയൽ എന്ന് പറഞ്ഞൊരു ശ്രേഷ്ഠ ധർമ്മോപദേഷ്ടാവുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരങ്ങൾ, നിങ്ങൾ മിണ്ടായിരിക്കും, ദൈവത്താൽ അല്ലാതെ വന്നതൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയിക്കോളും, നിങ്ങളൊന്നും ചെയ്യാനൊന്നും പോണ്ട. പക്ഷേ ദൈവത്താലാണിത് നിൽക്കുന്നതെങ്കിൽ നീ ദൈവത്തോട് മത്സരിക്കുന്നതായി തീരരുതേ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്തുവാ? ദൈവത്താൽ അല്ലാതെ വരുന്നതൊക്കെ നിലനിൽക്കത്തില്ലെന്ന അർത്ഥം. അതിന് നമ്മൾ കിടന്ന് ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ബഹളം വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അതിൻ്റെ വഴിക്ക് അതങ്ങ് പൊയ്ക്കൊള്ളും. എന്നാൽ ദൈവത്താൽ നിയമിതമായതാണെങ്കിൽ നീ ദൈവത്തോട് മത്സരിക്കുന്നതായി ഇടവരാൻ തീരുമെന്ന് ഗമാലിയൽ പറഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അപ്പം ഇങ്ങനെ പറയുമ്പോഴേക്കും ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനകത്ത് ദൈവത്തിൻ്റെ അനിഷ്ടമുള്ളത് ചെയ്യുന്നു. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ഫോഷത്വം, അപ്പം ഫോഷത്വം എടുക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ വന്നിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് വരുള്ളൂ. ദൈവം പറഞ്ഞു തൈലക്കൊമ്പുറത്തോണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞാനൊരു രാജാവിനെ അവിടെ കണ്ടയക്കുന്നു ഈശായിയുടെ വീട്ടിൽ. അപ്പോൾ ഈശായിയുടെ വീട്ടിലേക്ക് നേരെ കയറി ചെന്നു. ഈശായിയോട് പറഞ്ഞു മക്കളെ ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ആൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും എന്താ പറഞ്ഞത്? പ്രവാചകനായ ശമൂവേൽ എന്ത് പറഞ്ഞു? 16-ാം അധ്യായം 1 ശമൂവേൽ 16-ന്റെ 6-7 ഞാൻ വായിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മോനാവെ എലിയാബ് വന്നു. എലിയാബ് വന്നപ്പോഴേക്കും ശമൂവേൽ എന്താ പറഞ്ഞു? വാ, ഈ മനുഷ്യൻ യൂട്യൂബിൽ തന്നെ ഇപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആണെന്നറിയാം, ഫോളോവേഴ്സ് എത്രയാണെന്നറിയാമോ? തിളങ്ങി നിൽക്കുന്ന താരമാണ്. വാ, ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോഴേ പ്രവാചകനെ ഇനിയും മനസ്സിലായില്ല ദൈവത്തിന് തിരഞ്ഞെടുപ്പുണ്ടോ ഇല്ലയോ എന്ന് പറയുമ്പം ഈ തിളങ്ങി നിൽക്കുന്നവരാരും ദൈവത്തിൻ്റെ ആൾക്കാരല്ലെന്ന് ചിന്തിച്ചു കളയല്ലേ. ഞാനൊന്ന് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞതാ. ഒറ്റ നോട്ടത്തിൽ കിടമ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇതാരാണ്. ശമൂവേൽ പറഞ്ഞ വാക്കെന്താ? നാം യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ. ആരാ പറഞ്ഞത്? ദീർഘദർശിയായ പ്രവാചകനാണ് നോക്കി പറഞ്ഞത്. യഹോവയുടെ മുൻപാകെ അവൻ്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം യഹോവ എന്ത് പറഞ്ഞു?
നീ അവൻ്റെ പൊക്കവും മുഖവും അവൻ്റെ ഒരു കാര്യവും നീ നോക്കല്ലേ, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എലിയാവിനെ എടുത്തെറിഞ്ഞാൽ ഞാൻ കൊള്ളാത്തവനെന്നുള്ള അർത്ഥമൊന്നുമല്ല, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ വേറെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിറ്റിയും പിന്നെ ഇസ്രായേലിൻ്റെ യോദ്ധാവും വീരനും പടയാളിയും പടച്ചട്ടൊക്കെ എടുത്തതായ ഈ പുള്ളി ഇവിടെ ഇരിക്ക വഴി കാട്ടിൽ കിടന്ന ഏതോ ഒരു ലാസ്റ്റ് എടുത്ത കാട്ടിലെ കൾച്ചർ അറിയാലോ, കാട് കൾച്ചർ എൻ്റെ ഭാഷ പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എടുക്ക് തൈലക്കൊമ്പെടുക്ക് അഭിഷേകം ചെയ്തവനെ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം നമ്മൾ പറയുവേ കർത്താവ് ഇതെന്ത് ന്യായമാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല. അല്പമെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? ഒരു വിദ്യാഭ്യാസം ഒരു വകുപ്പും ഇല്ലാത്ത ഇവനെ പിടിച്ചിട്ട് എന്താ പോകുന്നു? നീ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു. പലപ്പോഴും ദൈവത്തോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഒന്ന് അറിയാവോ? ഇതെന്തുവാ കർത്താവേ? നമ്മുടെ മാനുഷിക നീതി ന്യായങ്ങളൊക്കെ നിരത്തി വയ്ക്കും. ഇതല്ലയോ അതിൻ്റെ ശരി? ദൈവത്തെ നമ്മൾ പലപ്പോഴും ശരി പഠിപ്പിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറഞ്ഞു മാച്ച്, ഞാൻ കണ്ടിരിക്കുന്നത് വേറൊരുത്തനെയാ, അവനെ ഇങ്ങോട്ട് കൊണ്ടുവാ. അവൻ അഭിഷേകം ചെയ്ത് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അവൻ അഭിഷേകം ചെയ്ത്. ദൈവവേദനയിൽ നമ്മളെക്കാൾ എത്രയോ ശ്രേഷ്ഠന്മാരുണ്ടെന്നറിയാമോ? എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെന്നറിയാമോ? എത്രയോ സമ്പന്നരുണ്ടെന്നറിയാമോ? അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായിട്ട് എൻ്റെ അഭിഷിക്തദാസനിതാ എന്ന് നമ്മെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത്. അല്ല, വേറൊന്നും കൊണ്ടിട്ടല്ല. എലിയാബിനെ പോലുള്ള അനേക പേരുണ്ട്, ശമ്മയെ പോലുള്ള അനേക പേരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കാട്ടിൽ കിടന്ന ദാവീദിനെ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. അവൻ്റെ ഓരോ മനുഷ്യൻ്റെ ഹൃദയങ്ങളെ, നിലവുകളെ, വിചാരങ്ങളെ അറിയുന്ന ദൈവം. സ്തോത്രം. നമ്മെ തിരഞ്ഞെടുത്തതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിന് മുമ്പാകെ നീതി നിരത്തി വെക്കുമ്പോഴേ ഇത് ശരിയായില്ല എന്ന് പറയുമ്പം, ഒരു ദിവസം നമ്മുടെ ലിജോയ് ബ്രദർ സംസാരിച്ചു മാത്യുവിൽ നിന്നല്ലേ, ജോലിക്കാരന് കൂലി കൊടുക്കുന്നത്. അപ്പോൾ കർത്താവ് എന്തോ പറഞ്ഞു? അല്ല, കർത്താവല്ല, യജമാനൻ എന്തോ പറഞ്ഞു? എടാ, എനിക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ എനിക്ക് എന്താ റൈറ്റ് ഇല്ലേ? നീ ആരാ? നിനക്കുള്ള ഞാൻ തന്നു വിട്ടില്ലയോ? കറക്റ്റായിട്ട് അദ്ദേഹം ഒന്ന് അവിടെ സംസാരിച്ചു. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ദൈവത്തിന് അവകാശമില്ലയോ? ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ ദൈവത്തിന് അധികാരമില്ലയോ? അതിന് മനുഷ്യനായ നീ നിന്റെ നീതി നിരത്തിന് ഞാൻ അനീതി എന്ന് കാണിക്കാനാണോ വരുന്നത്? ഹല്ലേലൂയ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. അവൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിപ്പാൻ ആർക്കും വോയിസ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോഴേക്കും നമ്മുടെ ഭാഗത്തേക്ക് തിരിച്ചു വരാം. സ്തോത്രം ചെയ്ത് ഞാൻ വായിച്ച ഭാഗം നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 17-ാം അധ്യായം 1 മുതൽ 5 വരെ. അവിടെ പറയുന്നത്, ഇസ്രായേൽ മക്കൾ മോശയ്ക്കും അഹ്റോനും എതിരായിട്ട് എന്ത് ചെയ്തു? മത്സരിച്ചു, പിറുപിറുത്തു എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കും, മത്സരം പിറുപിറുപ്പ് ഈ രണ്ട് നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യമില്ല. ഇന്നത്തെ വലിയ വിഷയം എന്തുവാ? നമ്മൾ പല കാര്യങ്ങളും വളരെ കോമൺ ആയിട്ടാണ് കാണുന്നത്, പല കാര്യങ്ങളും വളരെ കാഷ്വൽ ആയിട്ടാണ് കാണുന്നത്. ഇതൊന്നും വലിയ പാവമായിട്ട് നമ്മൾ കാണുന്നൊന്നുമില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, മത്സരം എങ്ങനെയുള്ളതാണ്? ആഭിചാര ദോഷം പോലെ എന്ന് പറയുന്നു. അതായത് ദൈവം വെറുക്കുന്നതായ ഒരു ആഭിചാര ദോഷം പോലെ മത്സരത്തെ കാണുന്നു എന്ന് പറയുന്നു. അതുപോലെ സ്തോത്രം, പിറുപിറുപ്പ്. എനിക്ക് 1 കൊരിന്ത്യർ 10:10 വായിക്കാമോ? 1 കൊരിന്ത്യർ 10:10 ഞാൻ വായിക്കാം. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ സംഹാരിയാൽ നശിക്കത്തക്കത ഇത്ര വലിയ മഹാപാപമാണോ ഈ പിറുപിറുപ്പെന്ന് പറയുന്നത്? വേദപുസ്തകം അങ്ങനെ പറയുന്നെങ്കിൽ ദൈവം വെറുക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പിറുപിറുക്കുന്നവർ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അപ്പം ദൈവം നോക്കിയപ്പോൾ മത്സരവും പിറുപിറുപ്പും വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്യുന്നു? അതിനകത്തേക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തി അയക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ശരി, എല്ലാവരും നിങ്ങളുടെ 12 വടി ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ലേവി ഗോത്രത്തിൽ അഹരോൻ്റെ പേര് എഴുതിയിട്ട് ആ വടിയും കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം വടിയെല്ലാം കൂടെ, ഈ വടി എങ്ങനെയുള്ളതായിരുന്നു? ജീവനില്ല, പച്ചപ്പില്ല, ഉണങ്ങി, ഏറ്റവും മാക്സിമം ഉണങ്ങി ഡ്രൈ ആയിട്ടുള്ള വടികളാണ്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് എവിടെ വയ്ക്കണം? ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ കൊണ്ടുവന്ന് വയ്ക്കണം. ഹല്ലേലൂയ. ദൈവം വെളിപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെ മുൻപാകെ ഈ വടികളെല്ലാം കൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കണം. എല്ലാ വടികളെയും അവിടെ കൊണ്ടുവന്ന് ആര് വെച്ചു? മോശ വച്ചു. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം വീട്ടിലോട്ട് വയ്ക്കാം. എന്നിട്ട് സ്തോത്രം, അടുത്ത ദിവസം പിറ്റേന്നാളാകുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. പിറ്റേന്നാൾ എല്ലാ വടികളും വെച്ചത് ഏത് സ്ഥലത്തായിരുന്നു? വേറെ വേറെ സ്ഥലത്തല്ല വെച്ചത്, ഒരു സ്ഥലത്താണ് വെച്ചത്. ദൈവം വെളിപ്പെടുന്ന സ്ഥലത്ത് തന്നെയാണ് എല്ലാം വെച്ചത്. പ്രത്യേകമായിട്ട് അഹരോൻ ലേവിയുടെ വടി എടുത്ത് മാറ്റി വെച്ചില്ല, അഹരോൻ്റെ വടി എടുത്ത് മാറ്റി വെച്ചില്ല. ഒരു സ്ഥലത്ത് വെച്ച വടികൾ, ഹല്ലേലൂയ, പിറ്റേന്നാളായപ്പോൾ ഒന്ന് മാത്രമേ കിളിർത്തുള്ളൂ, വേറെ എല്ലാം കിളിർത്തില്ല. സ്തോത്രം. വച്ചത് ഒരു സ്ഥലത്ത് തന്നെയാണ് വെച്ചത്. എന്ത് പറ്റിയപ്പോൾ? പ്രത്യേകമായി എന്തെങ്കിലും പരിഗണന ലേവിയുടെ വടിക്ക് അവിടെ ഉണ്ടായോ? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഈ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് ഒരു പേര് പറയുന്നത്, ഒരു പ്രശസ്തനായ ഒരു ദൈവദാസൻ അവിടെ വന്നു. അപ്പം
1000 10,000 ആൾക്കാർ, കൊയറെല്ലാം ഭയങ്കര 2000 പേര് കൊയറിനകത്ത് ഞാനും ഉണ്ട്. ഞാൻ പാട്ടുകാരിയോണ്ട് കയറ്റിയതൊന്നുമല്ല, കൊയറിലെ നമ്പർ ഇത്ര ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം കൂടെ അടിച്ചുകൊണ്ട് കയറ്റിയതാണ്. അപ്പോൾ അതിൽ കൂടെ എന്നെ കൂടെ കയറ്റി. അപ്പം എല്ലാവരും കൈ കോർത്ത് നിന്നേ, ഇങ്ങനെ കൈ എല്ലാം കൂടെ ചുറ്റി ഇങ്ങനെ നിൽക്കുക. ഒരാളുടെ ബാക്കിൽ ഒരു കൈ ഇങ്ങനെ പിടിച്ചേ. അപ്പം ഒരാൾ വീഴും എന്ത് പറ്റും? എന്നെയും കൊണ്ടല്ലേ പോകത്തുള്ളൂ. അപ്പം ഇങ്ങനെ നിരന്നെല്ലാം കൂടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ദൈവദാസൻ ഇങ്ങനെ ഒരു വീശി എല്ലാം കൂടെ പോയി. അപ്പം ഞാനിങ്ങനെ സർവ്വവില ഉപയോഗിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു. 2 സൈഡിലുള്ളവർ എന്നെ പിടിച്ച് വലിക്കുമല്ലേ, എനിക്ക് വീഴുന്നല്ലേ പറ്റൂ. മച്ച മടികളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ആക്കുമ്പോൾ വീഴുന്നത് മുളയ്ക്കുന്നതല്ല. ദൈവം ഓരോരുത്തനെയും നോക്കി ശോധന ചെയ്ത് അവൻ്റെ ഹൃദയത്തിൻ്റെ നിലവാരങ്ങളെ, അവന് ദൈവമായിട്ടുള്ള അവൻ്റെ ബന്ധവും നോക്കിയിട്ട് മാത്രമേ കിളിർക്കത്തുള്ളൂ. അല്ല ഒരുമിച്ച് ഇങ്ങനെ വീശുമ്പോൾ മറിഞ്ഞു വീഴത്തക്ക വടികളൊന്നും അല്ല ഇതൊന്നും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും വെച്ചത് സാക്ഷ്യത്തിന്റെ മുൻപാകെ, ദൈവം വെളിപ്പെടുന്ന സാക്ഷ്യത്തിന്റെ മുൻപാകെ എല്ലാവരെയും കൊണ്ടൊന്ന് വെക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം ചെയ്യുന്നു. പിറ്റന്നാൾ അഹരോന്റെ വടി മാത്രം തളിർത്തു. അഹരോന്റെ വടി മാത്രം തളിർത്തു. വേറെ ആരുടെയും വടി തളിർത്തില്ല. പിറുപിറുത്തവന്റെ വടി തളിർത്തില്ല. വാശി പിടിച്ചവന്റെ വടി തളിർത്തില്ല. ശാഠ്യം കാണിച്ചവന്റെ വടി തളിർത്തില്ല. ഒറ്റപ്പെടുത്തിയവന്റെ വടി തളിർത്തില്ല. മത്സരം കാണിച്ചവന്റെ വടി തളിർത്തില്ല. പിന്നെയോ ദൈവത്തോട് മറുതലിച്ചു നിന്നവന്റെ വടി തളർത്തില്ല. ദൈവ വ്യവസ്ഥയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചവന്റെ വടി തളർത്തില്ല. നാട് മൊത്തം കുറ്റം പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ വടി തളർത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. ഈ കുറ്റം പറയുന്നത് ദൈവസഭയെ അല്ല ഒരു കുടുംബ ജീവിതത്തെ വരെ കലക്കുന്ന ഒരു സംഭവമാണ് ഈ കുറ്റം പറച്ചിലെന്ന് പറയുന്നത്. ആരെങ്കിലും കുറിച്ച് കുറ്റം പറയാൻ വന്നാലേ ഈ പറഞ്ഞു വരുന്നവൻ്റെ സാക്ഷ്യം ഒന്ന് നമ്മൾ നോക്കണം. സാക്ഷ്യമുള്ളവളാണോ ഈ പറയുന്നത്? സാക്ഷ്യമുള്ളവനാണോ ഈ പറയുന്നത്? അങ്ങനെ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ വിചാരിച്ചോണം ശത്രുവിൻ്റെ കയ്യിലെ ആയുധമാണെന്ന് വിചാരിച്ചോണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് ഈ കേൾക്കുന്ന സാധനം അതുപോലെ ഇന്ന സഹോദരി പറഞ്ഞു അല്ലെങ്കിൽ സഹോദരൻ പറഞ്ഞു എന്ന് പോയി പറയുമ്പം ഈ പുള്ളിക്ക് പേടി വരും. ഇത് പറയാത്തിടത്തോളം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവസഭ കലങ്ങും, കുടുംബങ്ങൾ തകരും, വ്യക്തികൾ ഛിന്ന ഭിന്നമാകുന്നത് ഈ കുറ്റം പറയുന്നതിൻ്റെ കുഴപ്പമാണ്. അപ്പം അവൻ്റെ ആരെയും വടി തളർത്തില്ല. കർത്താവേ, തളർക്കാത്തവൻ്റെ ലിസ്റ്റിൽ എൻ്റെ വടി വരല്ലേ അപ്പ, പറയാൻ പറ്റണം. ദൈവമേ, ഞാൻ വന്നിട്ട് 25, 30, 50 വർഷമായി അകത്ത് കയറിയിട്ട്, സാക്ഷ്യത്തിന് മുൻപാകെ വന്നിട്ട് ഇത്ര വർഷമായി, ഇന്ന് വരെ ഞാൻ മുളയ്ക്കാതെ ഇരിക്കുന്നെങ്കിൽ, ഇന്ന് വരെ ഒരു കായോ മുട്ടോ പൂവോ വരാതിരിക്കുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ലിസ്റ്റിൽ ഞാൻ വരല്ലേ കർത്താവേ. ഹല്ലേലൂയ. ഞാൻ കയറുന്നെങ്കിൽ എൻ്റെ വടി എന്ത് ചെയ്യണം? മുളയ്ക്കണം. ഞാൻ വരുന്നു, ഞാൻ പോകുന്നു, ഞാൻ വരുന്നു, പോകുന്നു. ഞാൻ പറയും, നമ്മളിങ്ങനെ കാഷ്വലായിട്ട് വന്നു പോകുന്നു എന്നൊരു പേരിന് വേണ്ടി ആരെയും വിളിച്ചിട്ടില്ല ദൈവം. എല്ലാവരെയും വിളിച്ചേക്കുന്ന വ്യക്തമായ പർപ്പസോടെ ദൈവം വിളിച്ചേക്കുന്നത്. ആരെയും കാഷ്വൽ വിസിറ്റേഴ്സായിട്ട് ദൈവം വിളിച്ചിട്ടേ ഇല്ല തിരുവചനത്തിൽ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, ദൈവമേ, കായ്ക്കാത്തവൻ്റെ ലിസ്റ്റിലും പൂക്കാത്തവൻ്റെ ലിസ്റ്റിലും ഞാൻ വരല്ലേ. ചിലപ്പോൾ ഒരു വേർഡ് ഓഫ് എൻകറേജ്മെൻ്റ് ആയിരിക്കും. യു ആർ ലിഫ്റ്റിംഗ് അപ്പ് സംബഡി, ഒന്ന് ഉയർത്തുന്നു അവനെ. കം ഓൺ, യു ക്യാൻ ഡു ഇറ്റ്. ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിന്റെ ജീവിതമായിരിക്കും, അല്ലെങ്കിൽ നിന്റെ ദൈവവചനത്തിൻ്റെ ഒരു ഷെയറിംഗ് ആയിരിക്കും. ഏതെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ സനിൽ നമ്മൾക്കൊന്ന് പ്രയോജനപ്പെടുവാൻ, മുളയ്ക്കുവാൻ കഴിയുവാണെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും ഇടിച്ചുടയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തകർത്തു മാറ്റുവാൻ, അവനെ മുറിച്ചു വിടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. കാര്യം ദൈവം ആരാ? മുറിവ് കെട്ടുന്നവനാണ്, സൗഖ്യമാക്കുന്നവനാണ്, ഒറ്റപ്പെടുന്നവനെ അണയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ തള്ളപ്പെട്ടവനെ ചേർക്കുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മക്കളായ നമുക്കും ആ ഉത്തരവാദിത്തമില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തളർക്കാത്തവൻ്റെ ലിസ്റ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? വരാൻ പാടില്ല. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് നിഷ്കളങ്കതയോടെ പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം, വഴി തളർക്കത്തില്ല, അങ്ങനെ തന്നെ ഇരിക്കും. സ്തോത്രം ചെയ്യുന്നു. മനുഷ്യനാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ ഇച്ചിരിയൊക്കെ വരും ഹൃദയത്തിനകത്ത്. അത് നമ്മുടെ ബലത്തിൽ ഇങ്ങനെ അങ്ങ് തീർക്കാൻ ശ്രമിക്കരുത്. പരിശുദ്ധാത്മാവിനോട് പറയണം. ഞാൻ എൻ്റെ ഹൃദയം, എന്നെ ഭയങ്കര സ്റ്റബണെന്ന് വിളിക്കുമായിരുന്നു കുഞ്ഞിലെ വീട്ടിൽ. ഒരു പാറ പോലെ ഇവളെ ഹൃദയം എന്ന് പറയുമായിരുന്നു. പക്ഷേ രഹസ്യത്തിൽ ഒരുപാട് കരയുമായിരുന്നു ഞാൻ. ഹല്ലേലൂയ. കാര്യം എൻ്റെ വില പോകുമെന്ന് പറഞ്ഞ ആരുടെ ഫ്രണ്ടിൽ ഞാൻ കരയൂലായിരുന്നു. അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പല കാര്യങ്ങളും ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എനിക്ക് പറ്റത്തില്ലെന്ന് നിനക്കറിയാമല്ലോ, നിൻ്റെ കൃപ എനിക്കുണ്ടെങ്കിൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ക്ഷമിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ കൃപ ചോദിക്കണം പരിശുദ്ധാത്മാവിനോട് പോയിരുന്നു. അല്ല സ്വന്തം ബലത്തിലൊന്നും നിൽക്കാൻ. ഞാനൊരു ഉദാഹരണം പറയും. ഒരു പണ്ട് രണ്ട് വിശ്വാസി കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായതാണേ. അപ്പോൾ ഒരു കുടുംബത്തിലെ ആൾ പറഞ്ഞു, അവളെന്നോട് കാണിച്ചതേ, എന്നെ വ്യക്തി എന്നോട് കാണിച്ചതേ സഹിക്കാൻ പറ്റത്തില്ല, എങ്കിലും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. പല്ലെങ്ങനെ ഇരുന്നു? കടിച്ചു വെച്ചത്. കാര്യം നിങ്ങൾ അവരെന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരായിരിക്കണമെന്ന് വചനം കിടക്കുന്നതുകൊണ്ടിട്ട് പല്ല് കടിച്ച് അനുഗ്രഹിച്ചേ പറ്റൂ. എൻ്റെ ദൈവമേ, കർത്താവ് അതാണോ ആഗ്രഹിക്കുന്നത്? സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ
അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. എന്നാൽ സ്തോത്രം, അവൻ്റെ സങ്കീർത്തനം 18 പറയുന്നുണ്ട്, അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം എനിക്ക് അവൻ പ്രതിഫലം നൽകും. വിശ്വസിക്കാൻ പറ്റുന്നോ? അവൻ്റെ കാഴ്ചയിൽ എൻ്റെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം എനിക്ക് അവൻ എന്ത് ചെയ്യുന്നു? പ്രതിഫലത്തെ തരും. സ്തോത്രം. എൻ്റെ കയ്യൻ്റെ എൻ്റെ വെടിപ്പ എൻ്റെ ദൈവം നോക്കുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത എൻ്റെ ദൈവം നോക്കുന്നത്. അതിൻ പ്രകാരം മാത്രമേ വടി തളർക്കൂ. വ്യവസ്ഥയില്ലാത്ത വടികൾ തളർക്കില്ല. ഹല്ലേലൂയ. ഇനി ഞാനൊന്ന് പറയാം. സ്തോത്രം. ജീവിത സാഹചര്യത്തിൽ ഒരു പക്ഷെങ്കിൽ സാധ്യതയില്ലാത്ത വടിയായിരിക്കാം. ഹല്ലേലൂയ. ഉണങ്ങിപ്പോയി ഇനി കയറി വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വടിയായിരിക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും മുറിച്ച് കളഞ്ഞ വടിയായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അനേകം സാധ്യതകളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധ്യത നഷ്ടപ്പെട്ടവന് പുതുജീവൻ കൊടുക്കുന്ന, ഹല്ലേലൂയ, സാധ്യത നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നിന്റെ ജീവിത സാഹചര്യത്തിൽ നെക്സ്റ്റ് ഒരു ചവിട് പോകാൻ പറ്റത്തില്ല, ഇതിനി ഒരിക്കലും ഈ തടി തളർക്കത്തില്ല എന്ന് ചിന്തിക്കുന്നെങ്കിലേ, സാധ്യതയുടെ ദൈവം എൻ്റെ കർത്താവ്. ഇന്ന് പകല് പറയുക, എന്ത് ചെയ്യണം? ഓടി വന്ന് എവിടെ വരണം? ഹല്ലേലൂയ, സാക്ഷ്യത്തിൻ്റെ ഇടത്തിലേക്ക് നീ ഓടിവാ. എൻ്റെ സാക്ഷ്യത്തിൻ്റെ ഇടത്തിലേക്ക് നീ വരുമ്പോൾ ഒരൊറ്റ രാത്രി മതി ദൈവത്തിന് സാഹചര്യങ്ങളെ മാറ്റുവാൻ. ഒരൊറ്റ നിമിഷം മതി ഈ വടിയെ തളർപ്പുള്ളതാക്കി മാറ്റുവാൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷെങ്കിൽ നീ വരേണ്ടടുത്ത് വരണം, സാക്ഷ്യത്തിൻ്റെ മുൻപാകെ വരണമെന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആരെടുത്തോടി പോകുന്നതിന് മുന്നമേക്കാളും ദൈവത്തിൻ്റെ അടുക്കലേക്ക് വേണം. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഡോക്ടർ പറയുന്ന സാഹചര്യമുണ്ട്, മനുഷ്യൻ പറയുന്ന സാഹചര്യമുണ്ട്. മനുഷ്യൻ പലപ്പോഴും പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനും കയറി യെസ് പറയാൻ പോകല്ലോ, കേട്ടോ. ഹല്ലേലൂയ. ഡോക്ടർ പറയുന്ന എല്ലാത്തിനും യെസ് പറയാൻ പോകരുത്. മനുഷ്യൻ പറയുന്ന എല്ലാത്തിനും ആന്ന് വിശ്വസിക്കാനും പോകരുത്. നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ തിരിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണ്. നമ്മുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുന്നവൻ ദൈവത്തിൻ്റെ കരമാണ്. നമ്മളെ ഉദ്ധരിക്കുന്നവൻ സ്വർഗത്തിലെ ദൈവമാണെന്ന് ഓർമ്മ വേണം. ഹല്ലേലൂയ. നമുക്ക് റെസ്റ്റോറേഷൻ അയക്കുന്ന ദൈവത്തിൻ്റെ കരമാണെന്ന് ഓർക്കണം. മനുഷ്യൻ പറയുന്നതിന് യെസ് പറഞ്ഞ് നിൽക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ദൈവകരത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആരാണെന്നുള്ള ബോധ്യമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ചിന്തകളെ ക്യാൻസൽ ചെയ്യണം. അവൻ പറയുന്ന വാക്കുകളെ ക്യാൻസൽ ചെയ്യണം. എന്നെ ഒരു ഹോപ്പിലെ സാധനമായിട്ട് ആ സകലം പറഞ്ഞിരുന്നത്. ഹല്ലേലൂയ. ജീവിതവും ജനനവും കൊണ്ടേ വേസ്റ്റ്. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ വാക്കിനാണോ എൻ്റെ ജീവിതത്തെ ദൈവം നിയന്ത്രിക്കുന്നത്? കർത്താവ് എന്താ പറഞ്ഞേ? യിരെമ്യാ 29:11. ഹല്ലേലൂയ. For I know the plans which I have for you. നമ്മുടെ ജീവിതത്തിൻ്റെ പ്ലാനുകളെ വരയ്ക്കുന്നത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. The plans to prosper you. നിനക്കുള്ള പദ്ധതികൾ ഒരുക്കുന്നത് ഞാനാ. നിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഞാനാ. നിന്റെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് ഞാനാ. എൻ്റെ ദൈവ പൈതലേ, കർത്താവിൻ്റെ ആത്മാവാ പറയുന്നത് വചനത്തിലൂടെ. നിന്റെ ആ സാധ്യതകളുമായിട്ട് ആ സാക്ഷ്യത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വാ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളുടെ ഭാവി നിർണ്ണയിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. നമ്മുടെ ആ സാധ്യതകളെ മാറ്റുന്ന ദൈവമാ. റൂട്ട് തിരിക്കുന്ന ദൈവമാ. സങ്കീർത്തനത്തിൽ എവിടെയുണ്ട്? 79 എങ്ങോട്ടാണെന്ന് തോന്നുന്നു. സ്തോത്രം. സമുദ്രത്തിനകത്ത് ഹല്ലേലൂയ അവൻ്റെ നമുക്ക് വഴി, ഒരു പെരുവെള്ളത്തിനകത്തൂടെ നമുക്ക് വഴിയൊരുക്കുന്നവൻ. വിശ്വസിപ്പാൻ കഴിയുമോ? പ്രസംഗിക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കുന്നതെന്ന് ചിന്തിക്കല്ലേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ അനേക അനുഭവങ്ങളിലൂടെ അനുഭവിച്ച കർത്താവിനെ ഞാൻ ഈ സംസാരിക്കുന്നത്. ഒരു പക്ഷേ അനുഭവങ്ങൾ സെയിമായി എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. ദൈവം ദൈവത്തിൻ്റെതായ രീതിയിലാണ് ഓരോ മനുഷ്യനും നടത്തുന്നത്. എന്നാൽ ഹല്ലേലൂയ, അനുഭവത്തിൻ്റെ വെളിച്ചം പറയുന്നു, ഈ ദൈവം അസാധ്യതകളെ മാറ്റിയിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുന്ന ദൈവമാണെങ്കിൽ അത് ഇന്നും സംഭവിക്കുന്നുവെന്ന്. നിന്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ, അവന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഏത് ഉണങ്ങിയ തടിയെന്ന് പറഞ്ഞാലും കിളിർപ്പിട്ട് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഈ സ്വർഗത്തിലെ പരിശുദ്ധൻ എന്നും ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ദോഷത്തിന് പകരം ദോഷമല്ല, ദൈവസ്ഥല നിഷ്കളങ്കനെ ദൈവം നോക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇനി പ്രോവർബ്സ്
6:16 പറയുന്നുണ്ട്, ദൈവം വെറുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ദൈവം വെറുക്കുന്നത് വേറെ ഒന്നുമല്ല. സ്തോത്രം. കുഷ്ഠരോഗി വന്നപ്പം കർത്താവ് വെറുത്തോ? ഇല്ല. വ്യഭിചാരിണി വന്നപ്പം വെറുത്തോ? ഇല്ല. മദ്യപാനി വന്നപ്പം കർത്താവ് വെറുക്കുവോ? ഡ്രഗ് അഡിക്ഷൻ വന്നാൽ വെറുക്കോ? ഇതൊന്നും വെറുപ്പൊന്നുമല്ല. താൻ വിളിക്കപ്പെട്ട തൻ്റെ മക്കൾ, ഹല്ലേലൂയ, വിളിക്കൊത്തവണ്ണം പിതാവിനെ പോലെ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനെതിരായിട്ട് പോകുന്നത് ആ പിതാവിന് ഇഷ്ടമില്ലാത്തത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാഷ്വലായിട്ട് വന്നു പോകുന്നു ചിന്തിക്കരുത്. ദൈവം നമ്മൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതം ആരെയും ഡെഡ് ബ്രാഞ്ച് ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആരും ചത്തതടിയായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ലോ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അതല്ലേ പറയുന്നേ? സ്തോത്രം. കൊമ്പ് മുളയ്ക്കും. എങ്ങനെ മുളയ്ക്കും? ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പ്. ഒരു തന്നെ എന്നിലും ഞാൻ അവനിലും, എങ്കിൽ അവൻ ഫലം കായ്ക്കും. അപ്പം അഹരോൻ്റെ വടിയിലെ തളിർപ്പ് മാത്രമല്ല വന്നത്, പിന്നെ എന്താ വന്നു? പൂ വന്നു, കായ് വന്നു. ഇതെങ്ങനെ പറ്റും? ഹല്ലേലൂയ. അപ്പം തളിർപ്പ് വന്നിട്ട് അങ്ങ് ശരി പൊയ്ക്കോന്നൊന്നും പറഞ്ഞില്ല. സ്തോത്രം. തളിർപ്പ് വന്നു, പൂ വന്നു, പിന്നെ കായും കൂടെ വന്നു. അപ്പം യോഹന്നാൻ സുവിശേഷം പറയുന്നു, നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങൾ ആരും ഫലം കായ്ക്കാത്ത കാര്യമൊന്നും പിന്നെ കാരണമൊന്നും പറഞ്ഞു തരാതെയൊന്നുമല്ല കർത്താവ് അയക്കുന്നത്. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഫലം കായ്ക്കും. ഇനി ചിലർ പറയും, ഇനിയിപ്പം പൂത്തില്ലെങ്കിൽ വേണ്ട, നമുക്കിനി കുഴപ്പമില്ല, പൂത്തവൻ്റെങ്കിലും പൂക്കട്ടെ. ഇങ്ങനെ പറയുന്ന ടീമുകളുണ്ട്. പൂക്കണവൻ്റെ പൂക്കട്ടെ. പക്ഷേ പൂക്കാതിരുന്നുള്ള കുഴപ്പം എന്താണെന്നറിയാവോ? എന്താ കുഴപ്പം? സ്തോത്രം. അതിൻ്റെ താഴോട്ട് പറയുന്നു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ദൈവമേ, ആ തീയിലൂടെ ഞാൻ വന്നില്ല, പറഞ്ഞില്ല, അവിടെ നിർത്താമെന്ന് വിചാരിച്ചു. സ്തോത്രം. അപ്പം എന്നിൽ കായ്ക്കാത്തവനെ, എന്നിൽ പൂക്കില്ലാത്തവനെ, എന്നിൽ ഫലമില്ലാത്തവൻ എന്ത് ചെയ്യുന്നു? കൊമ്പ് പോലെ എടുത്തങ്ങ് പുറത്ത് കളഞ്ഞിട്ട് അവൻ അവിടെ കിടന്നങ്ങ് ഉണങ്ങിപ്പോകുന്നു. നമുക്ക് ഉണങ്ങണോ? ഇത് പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭൗമികമായ കാര്യങ്ങളുടെ അർത്ഥമൊന്നുമല്ല ഇതിനകത്തുള്ളത്. സ്തോത്രം ചെയ്യുന്നു. അപ്പം ദൈവത്തിൽ വസിക്കാത്തവനെ മാറിപ്പോയി ഉണങ്ങിപ്പോകുമെന്ന് പറയുമ്പം എൻ്റെ സമയം തീരാറായി, ഞാൻ പെട്ടെന്ന് നിർത്തിക്കോളാം. ഉണങ്ങിപ്പോകുമെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയാലേ ഒരിക്കൽ പോലും അത് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല എങ്ങനെ ആയിരിക്കുമെന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം ആരെയും ഡെഡായിരിക്കുവാൻ, ചത്തിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദ പവർ ഓഫ് ഗോഡ് ബ്രിങ്സ് ലൈഫ് ഔട്ട് ഓഫ് വാട്ട് സീംസ് ഡെഡ് ആൻഡ് ഫ്രൂട്ട്ലെസ്. ചത്തിരുന്നാലും ഫ്രൂട്ട് ഇല്ലായിരുന്നാലും ദൈവത്തിൻ്റെ ശക്തിക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ മേലെ ഉദ്ധാരണമയപ്പാൻ കഴിയുമെന്നാണ് തിരുവചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ എൻ്റെ പ്രിയ ദൈവമക്കളെ, സ്തോത്രം. 2007 ഫെബ്രുവരി മാസം 6-ാം തീയതി ഒരു GB സിൻഡ്രോം എന്ന് പറഞ്ഞൊരു രോഗത്താൽ ബാംഗ്ലൂരിലെ ബാപ്റ്റിസ്റ്റിൽ അഡ്മിറ്റ് ആയിരുന്നു. സ്തോത്രം. GB സിൻഡ്രോം ഡീറ്റെയിൽസ് ഒക്കെ ഡോക്ടേഴ്സായിട്ട് പോയി ചോദിക്കുക, സമയമില്ല. സ്തോത്രം. പാരലൈസായി തുടങ്ങിയ എനിക്ക്, സ്തോത്രം, പെട്ടെന്ന് 4 ചുറ്റും നോക്കുമ്പോൾ ഒന്നുമില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, ഭയങ്കര ടെറിബിൾ പെയിനാണ് കാലുകൾക്കൊക്കെ വരുന്നത്. അപ്പം റിഫ്ലക്സ് ഒക്കെ പോയി, കൈയൊക്കെ നമ്മായി, അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പം വേദന സഹിക്കാൻ വയ്യാതെ വരുമ്പം അങ്ങ് വിളിക്കും, കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ നഷ്ടമായാൽ ഒരു മനുഷ്യനും സങ്കടപ്പെടാനെന്നുള്ളവരൊന്നും ആരൊന്നുമില്ല. എന്നാൽ പിന്നെ എന്നെ അങ്ങ് വിളിക്കരുതോ അങ്ങോട്ടിൻ്റെ അടുക്കലേക്ക് വരാൻ. അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തെങ്കിലും ഡോക്ടർ പറഞ്ഞു 3 മാസം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാജുവലി നമുക്ക് റിക്കവറിലേക്ക് കൊണ്ടുവരാം, നമുക്ക് ശ്രമിക്കാം. സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഹല്ലേലൂയ, പ്രതീക്ഷ നഷ്ടപ്പെടേണ്ട സാഹചര്യമായിരുന്നു. ഈ വേറെ ഏത് രോഗത്തെക്കാളും പാരലൈസ് എന്ന് പറയുന്നത് ഈ പരസഹായമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണെന്നറിയാമോ? സ്തോത്രം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാതിരിക്കുമ്പോഴേക്കും എനിക്ക് നിരാശയൊന്നും ഞാൻ പുകഴുന്നതല്ലേ, എനിക്ക് നിരാശ വന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അറിയാമോ, അതിൻ്റെ ബാഗിലൊരു 10-26 വർഷം എൻ്റെ കൂടെ എന്നെ കൊണ്ടു നടന്ന എൻ്റെ അപ്പനെ എനിക്ക് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അപ്പനോട് പറഞ്ഞു, ജോണി എറിക്സനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പാ, ഈ കഴുത്ത് മാത്രമേ ചലിക്കത്തുള്ളൂ, അവർ പ്രസംഗിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അങ്ങനെ വല്ലതും ആണെങ്കിൽ കൂടെയും എൻ്റെ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ കഴിയും. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, ഫെബ്രുവരി 6-ാം തീയതി ഞാൻ അഡ്മിറ്റ് ചെയ്തത്. മാർച്ച് 4 നെക്സ്റ്റ് മന്ത് എൻ്റെ ഗ്രാജുവേഷന്. ഈ 3 മാസം ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഞാൻ എണീച്ച് പോകേണ്ടത് ഗ്രാജുവേഷന്? 1 മാസം പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ. ഹല്ലേലൂയ. എൻ്റെ ബെഡിൽ നിന്ന് എന്നെ നിർമ്മിച്ച ഡോക്ടർ പറഞ്ഞ വിധിയിലല്ല ഞാൻ നോക്കിയത്.
ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞ ഫിസിയോതെറാപ്പിയുടെ മാസത്തിലല്ല നോക്കിയത്. നിന്റെ ഹിതം എന്നിൽ നടക്കുന്നത് അത് പെർഫെക്റ്റ് ആയിരിക്കും പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ചുരുക്കത്തിൽ 10ാമത്തെ ദിവസം എൻ്റെ ദൈവം അവിടെ നിന്ന് എണീപ്പിച്ചു. ഡോക്ടർ പറഞ്ഞു, രാജി, ഇറ്റ്സ് റിയലി എ മിറാക്കിൾ. ഹല്ലേലൂയ. ഇന്നും പല വടികളും ദൈവത്തിൻ്റെ നിമിഷങ്ങളും ദിവസങ്ങളും മതി. ഒറ്റ രാത്രി മതി, അത് മുളയ്ക്കും. ഹല്ലേലൂയ. എഴുന്നേറ്റ് എൻ്റെ കൈകൾ ചലിപ്പിക്കാൻ കഴിയാത്ത കൈകൾ. ഹല്ലേലൂയ. അപ്പം എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു, സാരമില്ല, നീ വിഷമിക്കൊന്നും വേണ്ട, വേറെ ആരെങ്കിലും അടുത്തിരുതാം, നീ പറഞ്ഞു കൊടുത്താൽ മതി. ലാസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാം, പറഞ്ഞു കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ സൗഖ്യമാക്കിയത് ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് അവനിരുന്ന് പരീക്ഷ എഴുതുന്നതല്ല, എനിക്കത് അത്ഭുതം കാണണം. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കോളേജിലൊന്ന് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ പേന എടുക്കുമ്പോൾ ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ എൻ്റെ കൈകൾ കൊണ്ട് തന്നെ അവസാന സെമസ്റ്ററിലെ പരീക്ഷ എഴുതിയിട്ട് ഗ്രാജുവേഷൻ സ്റ്റേജിൽ ഞാൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രസംഗത്തിൻ്റെ ആവേശത്തിൽ സംസാരിക്കുന്നതല്ല, ഇന്നും ജീവിക്കുന്ന ഒരു യേശുവിനെ, നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു യേശുവിനെ, ഇന്നും നിനക്ക് വേണ്ടി നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓടി ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തിടമായ സാക്ഷ്യത്തിനടുക്കലേക്ക് ഓടിവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചതഞ്ഞ ഓടവൻ ഒടിച്ചു കളയാത്ത ദൈവമാണ്. പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തുമില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവേ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുന്നില്ലല്ലോ. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല എന്ന് തിരുവചനം പറയുന്നു. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തളർക്കാത്തവൻ്റെ വടി എല്ലാം കൂടെ വിളിച്ചേച്ച് പറഞ്ഞത്, ഈ തടി വെച്ചോണേ, കയ്യിൽ വെച്ചോണേ. ശരി ശരി. തളർത്തവൻ്റെ വടി എടുത്തിട്ട്, ഇനി വാ അഹോരൻ, ഈ തടി നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തോ? കൊടുത്തില്ല. തളർക്കാത്തവൻ്റെ വടിയെല്ലാം തിരികെ ഓരോരോ ഗോത്രത്തിനെ ഏൽപ്പിച്ചു. തളർത്തവൻ്റെ വടി വിളിച്ചിട്ട് പറഞ്ഞു, വാ, ഈ വടി കൊണ്ട് കൊന്ന് അവനെ നിന്ദിച്ചവൻ കാണുകെ, അവൻ പരിഹസിച്ചവർ കാണുകെ, അവൻ തള്ളിക്കളഞ്ഞവർ കാണുകെ, എൻ്റെ സാക്ഷ്യത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് സകലരും കാണുകെ വയ്ക്ക്. ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവ പൈതലേ, സ്തോത്രം, നിനക്കുള്ള മറുപടി ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നേ. ഹല്ലേലൂയ. നിന്നച്ച് തള്ളിക്കളഞ്ഞിട്ട്, ദൂഷിച്ച് മാറ്റിക്കളഞ്ഞിട്ട്, ഒറ്റപ്പെടുത്തിയിട്ട്, നിന്നെ ബാക്കിൽ തള്ളിയിട്ട് നീ ഇന്നതാണെന്ന് നിനക്ക് വിധി എഴുതിയെങ്കിൽ ദൈവം പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, നീ എൻ്റെ സാക്ഷ്യത്തിൻ്റെ മുൻപാകെ വാ, നിന്റെ വടി ഞാൻ മുളർപ്പിക്കും. മാത്രമല്ല, നിന്ദിച്ചവൻ്റെ മുന്നിൽ നിന്നെ സാക്ഷ്യമാക്കി നിർത്തും. ഹല്ലേലൂയ. ആര് കാണുകെ? ആര് കാണുകെ? ഗ്രൂപ്പോടെ എഴുന്നേറ്റ് നിന്നെ ഒറ്റപ്പെടുത്തിയതായിരിക്കും കുടുംബത്തിനകത്ത്. ഹല്ലേലൂയ. ശുശ്രൂഷയിലായിക്കോട്ടെ, ഒറ്റപ്പെടുത്തിയതായിരിക്കും, ആയിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ. ഹല്ലേലൂയ. നിറഞ്ഞ പ്രത്യാശ നൽകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്തോത്രം ചെയ്യുന്നു, നിന്ദിച്ചവരുടെ മുന്നിൽ മാനിക്കുന്ന ആ തളർത്ത വടി കൊണ്ടുവാ. എവിടെ വയ്ക്കേ? ആ വാക്യം കൂടെ ഞാൻ വായിക്കാം. സ്തോത്രം. എവിടെ വയ്ക്കാൻ പറഞ്ഞു? 17 സ്തോത്രം 10 വാക്യം. യഹോവ മോശയോട്, അഹരോന്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിന് മുൻപിൽ തിരികെ കൊണ്ടുവരിക. ഇന്നൊരു പക്ഷേ ചവിട്ടിയിട്ടേക്കുന്നതായിരിക്കും, ഇന്നൊരു പക്ഷേ കാട്ടിനകത്തായിരിക്കും, അല്ലെങ്കിൽ കിണറിനകത്തായിരിക്കും, ആയിക്കോട്ടെ, ഒരു വിഷയമില്ല. നോക്കേണ്ടത് എവിടെയാ? തിരിച്ച് അവനോട് റിബലാകാനല്ല, തിരിച്ച് അവനോട് പ്രതികാരത്തിന് പോകാനല്ല, തിരിച്ച് അവനോട് വൈരാഗ്യത്തിന് പോകാനല്ല. സ്തോത്രം ചെയ്യുന്നു. എവിടാ പോകണ്ടേ? സാക്ഷ്യത്തിൻ്റെ മുൻപാകെ ചെന്ന് നിന്റെ ഹൃദയത്തെ പകരണം. പിതാവേ, അങ്ങടെ കുഞ്ഞാ ഞാൻ, എന്നെ വിളിച്ചത് നീയാ, നിന്നോട് മാത്രമേ എനിക്ക് ബോധിപ്പാനുള്ളൂ. ഹല്ലേലൂയ പറയുന്നു. സാക്ഷ്യത്തിന് മുന്നാകെ കൊണ്ടുവന്ന് നിന്ദിച്ചവൻ്റെ മുന്നിൽ മറുപടിയാക്കി നിന്നെ നിർത്തും. സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തിക്കൊള്ളാമേ. സങ്കീർത്തനങ്ങൾ 80 അധ്യായം. ഹല്ലേലൂയ. അതിലെ 1-2 വാക്യങ്ങൾ ഞാൻ പറയാവേ. മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്നൊരു മുന്തിരി കൊണ്ടുവന്ന് നട്ടു. ഒന്ന് വായിക്കാമോ? 8 മുതൽ 1-2 വാക്യങ്ങൾ വായിക്കാമോ? മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു, ജാതികളെ നീക്കി, തടമെടുത്ത് നട്ടു. എന്നിട്ട് അത് വേരൂന്നാൻ ഇടയാക്കി തീർത്തു. എവിടെ കിടന്നതായിരുന്നു? മിസ്രൈമിലായിരുന്നു കിടന്നത്. കൊണ്ടുവന്നു, തടമെടുത്തു, നട്ടു, വേരൂന്നി. എന്നിട്ട് കൊണ്ടുവന്നത് എന്തായിരുന്നു?
മുന്തിരിവള്ളിയുടെ ശിഖരം കൊണ്ട് പർവ്വതങ്ങൾ മൂടുവോ? അടുത്തെന്താ പറയുന്നു? അതിൻ്റെ കൊമ്പ് ദിവ്യ ദേവദാരുകൾ. സയൻസിനെതിരായിട്ട് എല്ലാം പോകും. അതല്ല, മുന്തിരിവള്ളിയുടെ കൊമ്പ് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങ് സെഡറായി മാറുന്നത്, ദേവദാരുവായി മാറുന്നത്? ഹല്ലേലൂയാ, സ്തോത്രം. മതി. മിസ്രയീമിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന് തടമെടുത്ത് നിന്നെ നട്ട് നീ വേരൂന്നി നിന്റെ ശിഖരങ്ങള് പർവ്വതങ്ങളെ. ദൈവത്തിന്റെ വലിയ പ്ലാനാ പറയുന്ന ദൈവം ഇതല്ലേ. തിരഞ്ഞെടുക്കപ്പെട്ട തന്റെ ജനത്തിനോടുള്ള ദൈവത്തിന്റെ ആലോചനയാ പറയുന്നത്. മുന്തിരിവള്ളിയെ നട്ടുകുഴിച്ചിട്ട് അവിടെ നിൽക്കുന്ന മരത്തിൽ ചുറ്റിയിരുന്ന് ഇങ്ങനെ മുന്തിരിങ്ങ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ദൈവം ഒരുത്തനെ നടുമ്പോൾ ദൈവം വളരെ വിശാലമായ പദ്ധതി കണ്ടിട്ട് അവനെ നടുന്നത്. അവന്റെ ജീവിതത്തെക്കുറിച്ച്, അവന്റെ ശുശ്രൂഷയെക്കുറിച്ച്, അവന്റെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് വളരെ വലിയ കാഴ്ചപ്പാടാവുള്ളത്. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ചുറ്റി നിന്നിട്ട് പൊങ്ങി നിന്നിട്ട് മുന്തിരിങ്ങ പറിച്ചു കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞത്. മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു, തടമെടുത്തു, അതിനെ നട്ടു. ഹല്ലേലൂയ. വേരൂന്നി അത് മുളച്ചു. ഹല്ലേലൂയ. അതിൻ്റെ ശിഖരങ്ങൾ പർവ്വതങ്ങളെ മൂടി. ഹല്ലേലൂയ. അതിൻ്റെ കൊമ്പുകൾ എങ്ങനെയായിരുന്നു? കൊണ്ടുവന്ന നട്ട മുന്തിരിവള്ളി പോലെ അല്ലായിരുന്നു. അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെ ആയിരുന്നു. ദേവദാരു എന്ന് പറയുന്ന വൃക്ഷങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. സമയം കഴിഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാം. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിന്നെ നട്ടതിന് എനിക്കൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പദ്ധതികൾ ഒരിക്കലും ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. ആമേൻ. നിന്റെ ഭാവിയെ മറ്റൊരുത്തന്റെ ചിന്തയിൽ ഒതുക്കാവുന്നതല്ല. നിന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ഹല്ലേലൂയ പിശാചിന്റെ തന്ത്രങ്ങൾ കുടുങ്ങി അടിമപ്പെട്ട് കിടക്കാനുള്ളതല്ല. സ്തോത്രം. ദൈവം നട്ടപ്പോൾ ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അത് പർവ്വതങ്ങളിലേക്ക് മൂടത്തക്കവണ്ണം അതിന്റെ ബ്രാഞ്ചുകൾ ദിവ്യ ദേവദാരുക്കളാകെ പോലെ ഹല്ലേലൂയ വളർന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നിന്നെ നട്ടു. എന്നാൽ എവിടെയാ മാന്തി കളഞ്ഞ് പറിച്ചു പോയേ? ഹല്ലേലൂയ. ഇന്ന് ആ നട്ട അവസ്ഥയിലുണ്ടോ? ഹല്ലേലൂയ. അതില്ലെങ്കിൽ ആമേൻ, സ്തോത്രം, അത് ഉണ്ടാക്കാൻ സ്തോത്രം ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. നിനക്കൊരു തളർപ്പിൻ്റെ ഒരു ചാൻസ് കൂടെ ദൈവം തരാൻ പോകുകയാ. ഹല്ലേലൂയ. ഒന്ന് മുളയ്ക്കുവാൻ, ഒന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ, കായ് വരുവാൻ ഒരവസരം കൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് നൽകുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. ആ വിളിക്ക് ശബ്ദത്തിന് ചെവി കൊടുക്കാമോ? ദൈവപാദപീഠത്തിലേക്ക് മടങ്ങി വരാമോ? സ്തോത്രം ചെയ്യുന്നു. അവന്റെ സാക്ഷ്യത്തിന് മുൻപാകെ കമഴ്ന്നു വീഴാമോ? മുട്ടുമടക്കാമോ? കരയാമോ? ദൈവമേ, ഒരവസരം കൂടെ എനിക്ക് തരണമേ. ഫലമില്ലാതെ പോയത് മതി, കിളിർക്കാതെ പോയത് മതി, പൂവില്ലാതെ പോയത് മതി. സ്തോത്രം. ഹല്ലേലൂയ. സാധ്യതകളുള്ള അങ്ങയുടെ വചനത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിപ്പാൻ മനസ്സ് വെക്കുന്നു. ദൈവം എന്നെ സഹായിക്കണമേ, എന്നെ ഒരുക്കണമേ. എൻ്റെ ഭവനത്തിനകത്ത് ഞാൻ ഫലം പുറപ്പെടുവിക്കണം. എൻ്റെ സഭയ്ക്കകത്ത് ഞാൻ ഫലം പുറപ്പെടുവിക്കണം. എൻ്റെ ദേശത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ നിന്ന് അല്പം പോലും താഴെ ഞാൻ ആകരുത്. ആ പദ്ധതിക്ക് ഒത്തവണ്ണം എന്നെ ഉപയോഗിക്കണമേ എൻ്റെ പിതാവേ. ഹല്ലേലൂയ. പ്രിയ കർത്താവേ, സഭയായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ അടിയങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കും ഹല്ലേലൂയ ആമേൻ ഇതിനടയാളമായി ദൈവസഭയുടെ തളർപ്പിനും ദൈവത്തിൻ്റെ ആത്മാവി നാളുകൾ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മത്സരങ്ങളെ വിട്ട് മാറാമോ? നമ്മുടെ പിറുപിറുപ്പുകളെ വിട്ട് മാറാമോ? നമ്മുടെ ശാഠ്യങ്ങളെ വിട്ട് മാറാമോ? നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കാമോ? ഹല്ലേലൂയ. ദൈവസഭയ്ക്കും ഒരു തളർപ്പ്, ഈ നാളുകളിൽ എഴുന്നേൽപ്പ് ഹല്ലേലൂയ ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് സ്തോത്രം. ദേശവും ജാതികൾ കാണെ, ആമേൻ, നിന്ദിച്ചവർ കാണെ, ദൂഷിച്ച് പകച്ചവർ കാണെ ഒരു തളർപ്പിനായി സ്തോത്രം അതൊരു സാക്ഷ്യമായി മാറ്റത്തൊക്കെ ദൈവസഭയ്ക്കും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പിതാവേ, അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും താഴ്ത്തി സമർപ്പിക്കുകയാണ്. അവിടുത്തെ കരത്തിൽ കർത്താവേ പ്രയോജനമുള്ളവരായി ഫലം പുറപ്പെടുവിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാനവും മഹത്വവും ദൈവം മാത്രം എടുക്കും. കർത്താവിൽ നിന്ന് വലിയവ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ.